ചൊക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിയുടെ പേര് ദുരുപയോഗം ചെയ്ത കയ്യേറ്റക്കാരൻ റവന്യൂ മന്ത്രിയെ താൻ നേരിട്ട് കണ്ടുവെന്ന സിബി ജോസഫ് പ്രചരിപ്പിച്ചു. മന്ത്രി തനിക്കായി പ്രത്യേക ഉത്തരവിറക്കിയെന്നായിരുന്നു ഇയാളുടെ അവകാശവാദം. സംഭവം വിവാദമായതോടെ ഇക്കാര്യം സിബി ജോസഫ് നിഷേധിച്ചു. റീസർവേ ഓഫീസിൽ ഇപ്പം നിലവിൽ സ്പെഷ്യൽ ഓർഡർ ഒന്നും സ്വീകരിക്കണ്ട എന്ന് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്തു. അപ്പോൾ ഇത് താമസം വന്നതുകൊണ്ട് നമ്മൾ നേരെ പോയി മിനിസ്റ്ററെ കണ്ടു. മിനിസ്റ്ററെ കണ്ടിട്ട് ഇങ്ങനെ സ്ഥലം അളന്നിരിച്ച് തരണം, അതിനൊരു സ്പെഷ്യൽ ഓർഡർ ആക്കി തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ സ്പെഷ്യൽ ഓർഡർ ആക്കി തന്നിട്ടാണ് ഈ സാധനം അളന്നത്. ഇടുക്കി ജില്ലയിലെ ബൈസൺവാലി ചൊക്രമുടി മലയിലെ 25 ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്താൻ അടിമാലി സ്വദേശി സിബി ജോസഫിന് റവന്യൂ മന്ത്രിയുടെ അടക്കം സഹായം ലഭിച്ചുവെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. സിബി ജോസഫ് നടത്തിയ പ്രചരണമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. എന്നാൽ ഇത് പൂർണ്ണമായും കളവാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സ്ഥലക്കച്ചവടത്തിനും റവന്യൂ വകുപ്പിന്റെ ഇടപെടൽ തടയാനും വേണ്ടിയാണ് സിബി ജോസഫ് ഇത്തരമൊരു പ്രചരണം നടത്തിയത്. സംഭവം വിവാദമായതോടെ ഇക്കാര്യം സിബി ജോസഫ് നിഷേധിക്കുകയാണ്. ഞാൻ റവന്യൂ മിനിസ്റ്ററെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ റവന്യൂ മിനിസ്റ്ററെ കണ്ടിട്ടില്ല. മറ്റെവിടെയെങ്കിലും വീടുള്ളവർക്ക് പണിയാൻ പാടില്ല എന്നുള്ള ഓർഡർ മാറ്റിക്കൊണ്ട് കളക്ടറുടെ ഉത്തരവുണ്ട്. MR രാമകൃഷ്ണൻ എന്നയാളിൽ നിന്നും താൻ വാങ്ങിയ 15 ഏക്കറോളം സ്ഥലം കയ്യേറ്റ ഭൂമിയാണെന്ന് സിബി ജോസഫ് സമ്മതിച്ചു. ഇത് താൻ വഞ്ചിക്കപ്പെട്ടതാണെന്നാണ് സിബി ജോസഫിന്റെ അവകാശവാദം. അതേസമയം റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ പട്ടയമുണ്ടെന്ന് സിബി ജോസഫ് അവകാശപ്പെടുന്ന ഭൂമി പുറമ്പോക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ കൈവശമുള്ള പട്ടയങ്ങളുടെ ആധികാരികത പരിശോധിക്കാൻ വിശദമായ അന്വേഷണം നടത്തും. ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.